അഖിൽ മാരാർ കേരളം ആഘോഷിച്ചിട്ടുള്ള ഒരു പേരാണ്. പല രീതിയിൽ ട്രോളായിട്ടും ആരാധന മൂത്തിട്ടും. ആരാധന മൂത്തവരോട് എനിക്ക് വളരെ എന്താ പറയാ സഹതമാണ് തോന്നുന്നത് വേറെ കാര്യം. അപ്പം പറയാനുള്ളത് അഖിൽ മാരാർ പ്രത്യേകിച്ച് പിണറായി വിരുദ്ധനും CPM വിരുദ്ധനും സർക്കാരിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ, പ്രത്യേകിച്ച് CMDRF-നെതിരെയൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരാളാണ്. VD സതീശനും ചെന്നിത്തലയൊക്കെ വലിയ നേതാവായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പം നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയോ പത്തനാപുരമോ അവിടെ എവിടെയൊക്കെ ഒന്ന് മത്സരിക്കാനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ കണ്ടിരുന്നു. പക്ഷെ പറഞ്ഞ ഡയലോഗുകളൊക്കെ എന്താ പറയാ കീറി മുറിച്ചുകൊണ്ട് രാഷ്ട്രീയ നിലപാടില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ട് സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രം നിലപാട് പറയുന്ന അഖിൽ മാരാർ ഇപ്പോൾ NDAയിൽ, അതായത് BJPയിലേക്ക് നേരിട്ട് പോവാതെ 2020 വഴി NDAയിൽ പ്രവേശിച്ച് കൊട്ടാരക്കരയിൽ മത്സരിക്കും എന്ന് വരെ വന്നെത്തി നിൽക്കണം. പ്രസ് മീറ്റും കൊടുത്തിട്ടുണ്ട്. അതെ, എന്നിട്ട് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഏറ്റവും കോമൺ എനിക്ക് തോന്നിയത് എന്താ പറയുക, BJPയുടെ നിലപാടുമായി 80% എനിക്ക് വിയോജിപ്പ്, 80% മാത്രമേ യോജിപ്പുള്ളൂ, 20% വിയോജിപ്പുണ്ട്. ഇങ്ങനെ 20% വിയോജിപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി എങ്ങനെയാണ് ഇയാൾ സഹകരിച്ച് മുന്നോട്ട് പോവുക? അപ്പൊ 20% വെക്കുന്നത് എന്തെന്ന് അറിയോ, മുന്നേ ഇയാൾ കൊടുത്ത കുറെ ബൈറ്റുകളുണ്ട്, അത് തിരിച്ച് ചോദ്യം വരും എന്ന് ഇയാൾക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ 20% എനിക്ക് വിയോജിപ്പുണ്ട്, ആ 20% ഈ പറഞ്ഞത് എന്ന് പറയും. അത് കക്കാനും അറിയാം നിക്കാനും അറിയാം, അങ്ങനത്തെ ആളാണ്. അത് പ്രസ് മീറ്റൊക്കെ കേട്ട് കഴിഞ്ഞിട്ടല്ലോ എന്തൊക്കെയാണ് പറയണത്. ഞാൻ പൊതുവെ അതായത് കുറെ എന്താണ്, ഞാൻ സ്വതന്ത്ര ചിന്താഗതിക്കാരനാണ്. ഇത് BJP പോയിട്ടാണ് ഈ ചിലക്കണത് കേട്ടോ, അങ്ങനെ വേണം പറയാൻ. BJP പോയിട്ടാണ് ഇമ്മാരി ചിലക്കണത്. സ്വതന്ത്ര ചിന്താഗതിക്കാരനാണ്. അപ്പോൾ കോൺഗ്രസിനെ കുറെ കാര്യങ്ങളിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, വിമർശിച്ചിട്ടുമുണ്ട്. കൂടുതലും എന്താണ് സഖാക്കളെ കുറിച്ച് ചില സമയത്ത് വിരളമായി സപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതലും എന്താണ് പറയാറാണ്, അത് കുറ്റം പറയാറാണ്. ഇപ്പോൾ ഞാൻ എന്താണ് 2020 വന്നു, പക്ഷെ 2020 വെച്ചുമ്പോൾ മത്സരിക്കാനൊന്നും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലല്ല. അപ്പോൾ ഞാൻ NDAന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ BJPയിലേക്ക് പോയിട്ട് മത്സരിക്കുകയാണ്. എൻ്റെ കാരണം പറഞ്ഞാണ് ഏറ്റവും വലിയ കോമഡി. അതായത് എനിക്ക് അതിനെക്കുറിച്ചാണ് എനിക്ക് കൂടുതലും പറയാനുള്ളത് കേട്ടോ. കാരണം ഏതോ BJPന്റെ നേതാവ്, എനിക്ക് എന്നെ ഓർക്കുന്നില്ല, പ്രസ് മീറ്റ് കണ്ട ആൾക്കാർക്ക് അറിയാം, ആ BJPന്റെ നേതാവ് പറഞ്ഞതുപോലെ കേരളത്തിൽ എന്താണ് അഭിമാനിക്കാനുള്ളത്? ഇവൻ ചോദിച്ച ചോദ്യമാണത്. കേരളത്തിൽ എന്താണ് അഭിമാനിക്കാനുള്ളത്? കേരളം വളരെ കേരളം പറ്റ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം. അതായത് ചിന്താഗതി കൊണ്ടും, മനസ്സിലാക്കണേ, ചിന്താഗതി കൊണ്ടും ചില പ്രവർത്തനങ്ങൾ കൊണ്ടും കേരളം താഴേക്ക് പോയിക്കൊണ്ടിരിക്കണം. എന്ത് ഊച്ചാളിത്തരാണ് പറയുന്നത്. ബുദ്ധിയും വിവരവും ചോറും തിന്നണ ഏത് മനുഷ്യനും. ഇപ്പൊ ചില ആൾക്കാർ പറയും ചോറ് ഉപ്പിട്ടല്ലേ കഴിക്കണമായിരിക്കും, തമിഴ്നാട്ടിൽ എങ്ങനെ പറയും ഉപ്പ് ഇട്ടിട്ടല്ലേ ചോറ് കഴിക്കണമായിരിക്കും. എന്തൊരു മനുഷ്യൻ, നിങ്ങൾ ഉപ്പിട്ടാ കഴിക്കണതോ ചാണകം ഇട്ടിട്ടോ കഴിക്കണത്? കുറച്ചൊരു ബോധം വിവരമുള്ള മനുഷ്യന് കേരളം ഇപ്പൊ ഏത് രീതിയിലേക്കാണ് പോകണമെന്ന് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നില്ല. അപ്പൊ അമ്മമാരുടെ ഡയലോഗ് ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഒന്ന്. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ പറയണം. കാരണം ഇപ്പൊ ഇവിടെ എന്തുകൊണ്ട് അഖിൽ മാരാർ NDAയിലേക്ക് പോയി എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താന്ന് മനസ്സിലാക്കണം. അതായത് കൊട്ടാരക്കര, അതായത് ഇയാളുടെ ഒരു കുറച്ച് സ്വാധീനമുള്ള അയാളുടെ സ്വന്തം നാടായിട്ടുള്ള കൊട്ടാരക്കരയിൽ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മുടെ മന്ത്രി KN ബാലഗോപാൽ തന്നെ ആയിരിക്കും ഏകദേശം വരിക. അവിടെ ഒരു സീറ്റ് ഇയാൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ സമയത്താണ് കൊട്ടാരക്കരയിലെ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്ന ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് വരുന്നത്. അധികാരത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ആ സ്ത്രീ വന്നിട്ടുള്ളത്, വേറെ കാര്യം. അപ്പൊ ആ സ്ത്രീ വരുമ്പോൾ അവിടെ ഈ അഖിൽ മാരാറിനെ നിർത്തുന്നതിനെക്കാട്ടിലും കോൺഗ്രസിന് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ആയിഷ പോറ്റിയാണ്. അത് ഇയാൾക്ക് മനസ്സിലാവുകയും അവിടെ കൊട്ടാരക്കാരെ സീറ്റ് കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാവുകയും ചെയ്തപ്പോഴാണ് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന നിലയിൽ BJPയുടെ NDAയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അതായത് 100% അധികാരത്തിന് വേണ്ടി, സീറ്റിന് വേണ്ടി മാത്രമാണ് ഈ രാഷ്ട്രീയ നിലപാട് മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ അതിന് ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലും അഖിൽ മാരാർ വലിയ എന്തോ തേങ്ങാക്കൊലയാണ് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇനിയെങ്കിലും ദയവായിട്ട് മനസ്സിലാക്കണം. ഇവരൊന്നും ഒരു രാഷ്ട്രീയപരമായ ഒരു കാഴ്ചപ്പാടും ഇല്ലാത്ത മനുഷ്യനാണ്. തുടങ്ങി ആ ഒരു ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു ഫാൻ ബേസ് ഒന്നും ഇപ്പം ഇല്ല. അത് ബിഗ് പക്ഷെ എന്നാൽ പോലും ഉണ്ട് പ്രശ്നമാണ്. പക്ഷെ വേറെ കുഴപ്പമുണ്ട്. ഇവിടെ കോൺഗ്രസിലേക്ക് വരും നടന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓരിപ്പോ ഇങ്ങനെ കൊണ്ടുനടക്കണ്ടേ കോൺഗ്രസ്സുകാരനാണ്, അതായത് CPM-നെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. CPM-നെതിരെ ആയുധമായി ഉപയോഗിക്കാവുന്ന ഒരാൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണ്. അപ്പൊ ഇപ്പൊ ഇയാൾ ചെയ്ത ഒരു പ്രവർത്തിയോട് കൂടി ഇനിയെങ്കിലും അത് മനസ്സിലായി. പിന്നെ ഇനി ആ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ എല്ലാവരും കോൺഗ്രസിലേക്ക് പോകുന്നു, തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിലേക്ക് പോകാൻ സാധ്യതയൊക്കെ പറയുമ്പോഴും അന്നേ സഖാക്കൾ പറഞ്ഞത് കാര്യമുണ്ട്. അതായത് അഖിൽ മാരാർ സംഖ്യയാണ്.
അതിപ്പോ തെളിഞ്ഞു എന്നുള്ളതാ. അത് പറഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നു നിങ്ങൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് CPM-നെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സംഘി എന്നുള്ളത്. ഇപ്പൊ അത് ബോധ്യമായല്ലോ. അങ്ങനെ ആരൊക്കെ നമ്മൾ സംഖ്യയാണ് പറഞ്ഞിട്ടുണ്ടോ ഓരൊക്കെ സംഖ്യയിലേക്ക് പോയിട്ടേ ഉള്ളൂ. അരസംഖ്യെന്ന് പറഞ്ഞിട്ടുള്ളൂ. 80 മുക്കാൽ സംഖ്യ, മുക്കാൽ സംഖ്യയാണ് ഇപ്പൊ. പക്ഷെ വൈകാതെ 2020 ഒക്കെ ഇപ്പൊ എത്ര കാലം നിലനിൽക്കും? വൈകാതെ പൂർണ്ണമായും സംഖ്യയാകും, മുഴുസംഖ്യയാവും. അപ്പൊ BJP-യുടെ എല്ലാ നിലപാടിനെയും അംഗീകരിക്കേണ്ടി വരും. നരേന്ദ്രമോദിയുടെ കൈയും കാലും പിടിക്കേണ്ടി വരും. അത് സ്വാഭാവികമായിട്ടും. ഇനി ഇലക്ഷന്റെ സമയം വരുമ്പോ പ്രചരണത്തിന് നരേന്ദ്രമോദി വരും, അമിത്ഷാ വരും. അവരുടെ സീറ്റിന് തൊട്ടപ്പുറത്ത് ഈ 100% യോജിപ്പില്ലാത്ത പാർട്ടിയുടെ നേതാക്കളുമായിട്ട് പ്രവർത്തിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ വെറുതെ ഡയലോഗ് മാത്രമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. വായിട്ടിളക്കാനല്ല, അത് വായിലെ നാവ് ഗുണമുള്ളതാണെങ്കിൽ പിടിച്ചേക്കാന്ന് പറയലേ. അമ്മ റൈറ്റാണ് ഇയാള്, അതിലൊന്നും പറയാനില്ല. കാരണം ഭൂലോക മണ്ടത്തരം വിളിച്ചു പറഞ്ഞാലും അത് ആധികാരികമായിട്ട് പറയാനുള്ള ഒരു കഴിവുണ്ട്. കേൾക്കുന്ന ആൾക്ക് ശരിയല്ലേ എന്ന് തോന്നുന്ന രീതിയിൽ ക്ലാസ് എടുക്കുന്ന പോലെ അത് അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ട് പുള്ളിക്കാരുടെ സംസാരത്തിന്. ഇപ്പൊ ഈ ഒരു ഇതന്നെ എന്തൊരു വ്യക്തമായിട്ട് സംസാരിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷെ പറഞ്ഞ കാര്യത്തിൽ ഒന്നും ഒരു കഴമ്പുമില്ല എന്നുള്ളത് ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ന്യായീകരിക്കുകയാണ്. BJP-യിലേക്ക് പോയിട്ട് BJP-യിൽ വന്ന ആ ഒരു സിറ്റുവേഷനെ ന്യായീകരിച്ച് മെഴുകുകയാണ്. എന്തായാലും നമുക്കറിയാം, ചാണകം മണത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താവുന്നുള്ളത് നമുക്ക് ബാക്കി. കൊട്ടാരക്കരയിലെ ജനങ്ങളോടാണ് പറയാനുള്ളത്, വോട്ട് ചെയ്ത് തോൽപ്പിക്കുക, 3ാം സ്ഥാനം അവിടെ ഉറപ്പിച്ചു കൊടുക്കുക. എന്താണ് സംഖ്യ എന്നുള്ളത്, സംഖ്യ ആകുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. പുള്ളി എന്തോ വലിയ സംഭവമാണെന്ന് തോന്നലുണ്ട്, അത് മാറ്റി കൊടുക്കുക. ഈ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ബീഫ് എന്നൊരു പേര് കേട്ടപ്പോഴേക്ക് അതിനെതിരെ സെൻസർ ബോർഡ് നോ പറയും. അതൊക്കെ പിണറായി കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ബീഫ് കഴിപ്പിക്കാൻ നിർബന്ധിക്കുന്ന പടത്തിന് സർട്ടിഫിക്കറ്റ് പാസ്സാക്കുകയും ചെയ്തിട്ടുള്ള ഈ ഒരു ഗവൺമെന്റ് ജനനായകനെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയും, അതുപോലെ കേരള സ്റ്റോറി ബീഫ് എന്ന പേര് പറഞ്ഞ, അതായത് വേറൊരു പടത്തിലുണ്ട്, ഇഷ്ടോ മറ്റേ വേണം നമ്മളെ അബീന്റെ മകന്റെ പടം തന്നെ, അതില് പറഞ്ഞിട്ട് സെൻസർ ബോർഡ് എന്ത് ചെയ്തു, കട്ട് ചെയ്തു. ബീഫ് കുത്തിക്കേറ്റിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല. പ്രൊപ്പഗാൻഡയാണ്, അവരുടെ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കിയ സിനിമയാണ്. അപ്പൊ എന്തായാലും പറയാനുള്ളത്, അഖിൽ മാരാറിനെ പോലെ അധികാര രാഷ്ട്രീയമുള്ള സംഘികളെ തിരിച്ചറിഞ്ഞാൽ നമ്മളെ നാടിനാണ് ഗുണം. അതുകൊണ്ട് കൊട്ടാരക്കരക്കാരോട് പറയാനുള്ളത്, വോട്ട് ചെയ്ത് 3ാം സ്ഥാനം ഉറപ്പിച്ചു കൊടുക്കുക. എനിക്ക് തോന്നുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ 4ാം സ്ഥാനം ആക്കി കൊടുക്കണം. നല്ലതിന് വോട്ട് ചെയ്യുക.